ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ December 22nd 2024 വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സൺഡേ എഡിഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഡെയിലി എഡിഷൻ. സോ സൺഡേ ഡെയിലി എഡിഷൻ. സോ സൺഡേ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾറെഡി എഡിറ്റോറിയൽസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എഡിറ്റോറിയലിനെ കവർ ചെയ്യുന്ന അത്രയും ആർട്ടിക്കിൾസ് നമ്മൾ ലാസ്റ്റ് പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റോറിയൽസ് എന്ന പേരിട്ട് നമ്മൾ വിളിച്ചില്ലെങ്കിലും ഏകദേശം സെയിം ഇമ്പാക്ട് തരുന്ന വാർത്തകളാണ് നമുക്ക് അവിടെയും വരുന്നത്. സോ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പേജിനെക്കാട്ടും മുമ്പേ സയൻസ് ആൻഡ് ടെക്നോളജി പേജ് ഒക്കെ ഉണ്ട്. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ് പേജ്. നമ്മൾ ഈ ഒരു പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. വൈ ആർ സം പാക്കേജ്ഡ് ഫുഡ് അണ്ടർ ക്ലൗഡ്? ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫുഡ് എന്ന് വിളിക്കുന്നത് കൺവീനിയൻസ് ഫുഡാണ്. ഇറ്റ്സ് കോൾഡ് കൺവീനിയൻസ് ഫുഡ് പ്രൊഡക്റ്റ്. സോ എന്താണ് ഈ കൺവീനിയൻസ് ഫുഡ് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു ധാരണ ഉണ്ടാവണം. സോ ഈ കൺവീനിയൻറ്റ് ഫുഡ് പ്രൊഡക്ട്സും അതിൻ്റെ ഹെൽത്ത് ഇമ്പാക്റ്റും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് വി ഗോ ഓൺ, നമ്മുടെ നോട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പ്ലീസ് ചെക്ക് ഔട്ട് അവർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അവർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ്, അവർ CSAT ക്ലാസ്സസ്, നമ്മുടെ റിവിഷൻ സെൽഫ് സ്റ്റഡി റീസ്റ്റാർട്ട് ബാച്ച്, നമ്മുടെ 2025 റാപ്പിഡ് ബാച്ച് ആൻഡ് 2026 ലൈവ് ക്ലാസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട്. സോ ഇനി നമുക്ക് അതിൻ്റെ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സോ വി ഷുഡ് ഹാവ് എൻ ഐഡിയ, വളരെ കൃത്യമായിട്ടൊരു ഐഡിയ ഏകദേശം ഇവിടെ ഉണ്ടാവണം. കാരണം ഈ കൺവീനിയൻസ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡാണ്. എല്ലാവരും പാക്കറ്റ് ചെയ്ത് കഴിക്കുന്ന കൺവീനിയൻസ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സൈഡിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിക്കില്ല, ഇഡ്ഡലിയുടെ മിക്സൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. സോ ഈ ഇഡ്ഡലി മിക്സ്, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, ഇത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കഴിക്കുന്ന കെല്ലോഗ്സ് കോൺഫ്ലിക്സും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺഫ്ലിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ പോറിജ് മിക്സ്, നമ്മൾ കഴിക്കുന്ന പല ടൈപ്പ് ഓഫ് പോറിജ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് സൂപ്പ്, ഇൻസ്റ്റൻറ്റ് സൂപ്പൊക്കെ നമ്മൾ കുടിക്കാറുണ്ട്. ഹൈ സോഡിയമാണ് സൂപ്പല്ല. അതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുന്നതൊന്നും ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. കാരണം ഇതിലൊന്നും ഓൾറെഡി ഉള്ള ഫാറ്റ് കണ്ടന്റ് ആണെങ്കിലും ഇതിലുള്ള കാർബ് കണ്ടന്റ് ആണെങ്കിലും കാർബ് ആണെങ്കിലും ഇതൊക്കെ കാർബും അതേപോലെ തന്നെ ഇതിൻ്റെ ഷുഗർ കണ്ടന്റ്, ഇതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടന്റ്സ് എല്ലാം ഹൈലി അൺറെഗുലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. വളരെയധികം അൺറെഗുലേറ്റഡ് ആണ്. അപ്പോൾ ഇത് കഴിക്കും തോറും നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഇഷ്യൂ മാത്രമല്ല, ഇറ്റ് ലീഡ്സ് ടു മോർ NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് പോവാണ്. ഡയബറ്റീസ് ഇഷ്യൂസും കിഡ്നി ഇഷ്യൂസും ലിവർ ഇഷ്യൂസും നമുക്ക് അങ്ങനത്തെ ഒരുപാട് കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ നമുക്ക് NCD, ഐ മീൻ ലാർജർ അതിൻ്റെ സബ്സെറ്റ് പോട്ടെ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ ഒക്കെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളിലേക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറേ ഫുഡ് സാധനങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ ടോക്കിംഗ് അബൌട്ട് കൺവീനിയൻസ് ഫുഡിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇഡ്ലി മിക്സ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, പോറേജ്, ബെവറേജ്, സൂപ്പ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് കഴിക്കുന്നതോടൊപ്പം ഇത് വളരെ ഇതിൻ്റെ പ്രൊഫൈലിങ്ങും കാര്യങ്ങളും മോശമാണെന്നാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഇൻ കാർബ് കണ്ടന്റ് വളരെ ഹൈ ആണെന്നാണ് പറയുന്നത്. വളരെ ഹൈ കാർബ് കണ്ടന്റ് ആണ് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്, പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെതായ ഹെൽത്ത് ഇമ്പാക്റ്റും വളരെ ഹൈ ആണെന്ന് പറയുന്നുണ്ട്. ഹെൽത്ത് ഇമ്പാക്റ്റ് വളരെ മോശമായിരിക്കും എന്നാണ് ഇത് പറയുന്നത്. സോ വൈ ആർ ദി ഇഷ്യൂസ് അറൌണ്ട് ഫുഡ് ലേബിളിംഗ്? ഇതിൻ്റെ ഇൻഡിക്കേറ്റിംഗ് ഹൈ ഫാറ്റ്, ഷുഗർ, സോഡിയം വാർണിംഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ നൗ ദേ ആർ സ്പെൻഡിങ് മോർ ഓൺ പ്രോസസ്ഡ് ഫുഡ്, ബെവറേജസ് ആൻഡ് റിഫ്രഷ്മെന്റ്. എല്ലാവർക്കും പാക്കറ്റ് ഫുഡ്സും പാക്കറ്റിൽ വരുന്ന ജ്യൂസും പാക്കറ്റിൽ വരുന്ന ഫുഡും കഴിക്കാൻ ഒരു രസമുണ്ട്. ബിക്കോസ് ഇറ്റ് ഫീൽസ് ഗുഡ്. അത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇറ്റ് ഫീൽസ് ഗുഡ് ടു അതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഒഴിച്ചിട്ടാണ് ഇത് ഭയങ്കര അധികം പ്രശ്നങ്ങൾ ശരീരത്തിന് ഉണ്ടാക്കും എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിനകത്ത്. കൺവീനിയൻസ് ഫുഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. യു ഷുഡ് റിമെമ്പർ കൺവീനിയൻസ് ഫുഡ് പ്രൊഡക്ട്സ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഇതിനകത്ത് ഒരു ഫാക്ടർ, കൺവീനിയൻസ് ഫുഡ് എന്നുള്ളത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ലെറ്റ്സ് ടേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വാട്ട് യു മീൻ ബൈ എ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം സാറ്റലൈറ്റ്? എന്താണ് ക്വാണ്ടം സാറ്റലൈറ്റ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് യു മീൻ ബൈ ക്വാണ്ടം സാറ്റലൈറ്റ്. നമുക്ക് അതൊരു ചെറിയൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ ഈ ക്വാണ്ടം സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. സോ വാട്ട് യു മീൻ ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം സാറ്റലൈറ്റ്? ഓക്കെ, സോ ക്വാണ്ടം സാറ്റലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് ആക്ച്വലി ഇംപ്ലിമെന്റഡ്. ഇതിൻ്റെ ഭാഗം ഇറ്റ്സ് ആക്ച്വലി അണ്ടർ കോൾഡ്
നാഷണൽ NQM എന്ന് പറയുന്ന നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്ന ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ക്വാണ്ടം സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇത് വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ഇത് വർക്ക് ചെയ്യുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ലോ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിസിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിസിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ യൂസേജ് ആണ്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഡേറ്റ. നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ ഉപയോഗിച്ചു, ആ ഡേറ്റ മറ്റൊരാളിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഡേറ്റ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലപ്പോഴും സെൻഡ് ചെയ്യുമ്പോൾ ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനിതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കഥയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഈ ക്വാണ്ടം ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കുറച്ചും കൂടെ സെക്യൂർ ആക്കാൻ വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ നമ്മൾ കുറച്ചും കൂടെ സെക്യൂർ ആക്കാൻ പോവാണ്. അപ്പോൾ ഹാക്കിംഗ് ഇല്ലാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കുറച്ചും കൂടെ സെക്യൂർ ആക്കണമെങ്കിൽ അതിന് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടം സാറ്റലൈറ്റ് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഈ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടം സാറ്റലൈറ്റിന്റെ സപ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പോയിന്റ് ഇതാണ്. സോ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. സോ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം സാറ്റലൈറ്റ് എന്നൂടെ വെക്കാം. ഇതിലൂടെ നമുക്ക് തരുന്ന ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, അതായത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് വെച്ചിട്ട് there is another important key. So there is another important concept called QKD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ പേരാണ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ. ഹാക്കിംഗ് ഒഴിവാക്കാൻ പറ്റും, ഹാക്കിംഗ് ചെയ്യാൻ പാടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. സോ ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ, വൺ ഇസ് എ ആൻഡ് അനദർ ഇസ് ബി. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഇവിടെ വെച്ചിട്ട് നോർമൽ രീതിയിൽ വേണമെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഹാക്ക് ചെയ്യപ്പെടാം. പക്ഷെ ഇവിടെ നമ്മൾ ക്വാണ്ടം സാറ്റലൈറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ആ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തൊരു കീ, നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദർ ഇസ് എ കീ, ഒരു കീ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. ഈ കീ എന്ന് പറയുന്ന ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുകയും ഡീക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ കീ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യുകയും ഡീക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇത് വളരെയധികം ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ഈ സാറ്റലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണമെന്നാണ് പറയുന്നത്. സോ രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. സോ റിമെമ്പർ വാട്ട് യു മീൻ ബൈ QKD, ഇറ്റ്സ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ രണ്ട് കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കീ ഉണ്ട്. അതുണ്ടെങ്കിൽ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ വളരെ സിമ്പിൾ ആയിരിക്കും എന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയുന്നത്. സോ ഡേറ്റ പ്രൊട്ടക്ഷൻ വളരെ ഹൈ ആയിരിക്കും. പക്ഷെ എന്നാലും ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടം സാറ്റലൈറ്റും അതിൻ്റെ കാര്യങ്ങളും വളരെയധികം പോസിറ്റീവ്സ്, അത്രയും പോസിറ്റീവ്സ് ഉണ്ട്. കാരണം അത് ബെറ്റർ ആണ്, ഡേറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷെ ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇത് എത്ര ഡിസ്റ്റൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായ കോസ്റ്റും കാര്യങ്ങളും ഉണ്ട് ഈ എക്യുപ്മെന്റ്സിനൊക്കെ, ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഇതിന് ചെറിയൊരു തടസ്സം. പക്ഷേ ഈ ക്വാണ്ടം സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡേറ്റ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിനകത്ത് മൊത്തം പറയുന്നത്. ഇനി ഇങ്ങനെ പറയുന്നതിന് മൊത്തത്തിൽ നമുക്കൊരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ്, വാട്ട് യു മീൻ ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കാര്യം, ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി. അതായത് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി നമ്മളിപ്പോൾ കണ്ട കാര്യം തന്നെയാണ്. ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ക്വാണ്ടം കീ വെച്ചിട്ട്, അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ട പോലെ ഒരു ക്വാണ്ടം മെക്കാനിസം ഉപയോഗിച്ചിട്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യണം. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം ഇത് വെച്ചിട്ട് നമ്മൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ, നമുക്ക് വളരെ ആവശ്യമുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ തന്നെയാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി. അപ്പോൾ ഈ കാര്യം ഇവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ക്വാണ്ടം മിഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രോഗ്രാമാണ് യൂസ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് ടു ഡെവലപ്പ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻസിംഗ് സാറ്റലൈറ്റ്. അതാണ് നാഷണൽ ക്വാണ്ടം മിഷൻ NQM. അതും ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് എ മിഷൻ അണ്ടർ ദിസ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ മേജർ ആയിട്ടുള്ള
കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ. ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി യൂസസ് ദ ക്വാണ്ടം ഫിസിക്സ് ടു സെക്യൂർ മെസ്സേജസ്. ഇറ്റ്സ് മോസ്റ്റ് ഫേമസ് ഇസ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിലും അതിനകത്തൊരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. സോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി കിട്ടും. അതാണ് ഇതിനകത്ത് കണ്ടോ, ഇറ്റ് ഈസ് ഈവ്സ് ഡ്രോപ്സിങ് ഒഴിവാക്കുന്നതാണ് പറയുന്നത്. യു ക്യാൻ സീ, ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇത് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് കോസ്റ്റേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ ഫ്രം ദാറ്റ്. ആ ഒരു പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത്, വൈ ഹാവ് മണിപ്പൂർ SIT മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ്. ഇത് വേറൊന്നുമല്ല, മണിപ്പൂർ ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. എത്രയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഇതിനകത്ത് അറിയുന്ന ഒരു കാര്യമാണ്, മണിപ്പൂർ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സോ ഇവിടെ ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യം, മണിപ്പൂർ നമ്മൾ എടുക്കുന്ന സമയത്ത് മണിപ്പൂർ ആവശ്യത്തിൽ കൂടുതൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദർ ഇസ് എ ഹ്യൂജ് സെക്യൂരിറ്റി ഇഷ്യൂസ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്ന് കുക്കി, ഒന്ന് മെയ്റ്റി ട്രൈബ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫൈറ്റ്സ് കാരണം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫ്ലിക്റ്റ് കാരണം മണിപ്പൂർ ഒരുപാട് ഡാമേജ് ആണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഡാമേജ് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ അവിടുത്തെ ലോസ് ഓഫ് ലൈഫ്, ആൾക്കാർ മരിച്ചത് മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ലോസ് വന്നിട്ടുണ്ട്. എത്ര ബിൽഡിങ്ങുകൾ, എത്ര കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി നശിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ നടന്ന അറ്റാക്കിലും ആ സിസ്റ്റം മൊത്തത്തിൽ കൊലാപ്സ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ആരെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇനി മണിപ്പൂർ എത്രത്തോളം, മണിപ്പൂർ റീബിൽഡ് ചെയ്യണ്ടേ? ഇനി ഇങ്ങനത്തെ ഒരു മണിപ്പൂരിനെ പീസ്ഫുൾ ആയിട്ട് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെവി പ്രോസസ്സാണ്. അതെങ്ങനെ റീബിൽഡ് ചെയ്തെടുക്കും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓൾറെഡി പല SITകൾ ഫോം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വളരെ എന്താ പറയുക, ഒരു പ്രോസ്പെക്റ്റീവ് റിസൾട്ട്സ് കൊടുക്കണം എന്നാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. കണ്ടോ, ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലോജിസ്റ്റിക്കൽ ചലഞ്ചസ്, ഇതിനകത്ത് ഒരുപാട് ലോജിസ്റ്റിക്കൽ ചലഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ വിക്ടിമിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ FIR ഇടാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയ്ക്കധികം കേസുകൾ ഇവിടെ പെൻഡിങ് ഉണ്ട്. സോ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. വീൽ ഗെറ്റ് ടു നോ. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വാർത്ത. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട സയൻസിൻ്റെ കുറച്ച് വാർത്തകൾ എടുക്കാം. മൂൺ വാസ് ഫോംഡ് അറൌണ്ട് 4.51 ബില്യൺ ഇയേഴ്സ് എഗോ. ഇതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തിയറി. പണ്ട് നമ്മൾ വിചാരിച്ചു 4.51 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് മൂൺ ഉണ്ടായത്. പണ്ട് നമ്മൾ വിശ്വസിച്ചിരുന്നത് 4.35 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് മൂൺ ഉണ്ടായിരുന്നതാണ്. സോ ഇത് മൂൺ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്. ഹൗ ഇസ് മൂൺ ഫോം, മൂൺ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു തിയറി ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ്സ് ഫോം ത്രൂ കൊലിഷൻ ബിറ്റ്വീൻ ദ ഏർലി എർത്ത് ആൻഡ് ദ മാസ് സൈസ് പ്രോട്ടോപ്ലാനറ്റ്. ഇത് രണ്ടും തമ്മിലാണ്, ഈ ഏർലി എർത്തും ഇതേപോലെ തന്നെ മാർസിന്റെ ഷേപ്പിലുള്ള ഒരു പ്രോട്ടോപ്ലാനറ്റും തമ്മിലുള്ള കൊലിഷനിലാണ് മൂൺ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിനെക്കാട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താലും മൂണിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ റീമെൽറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂണിന്റെ ഫോർമേഷനിൽ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് റീമെൽറ്റിംഗ് ഹൈപ്പോത്തസിസ്. അത് മൂണിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി ഇത് പറയുന്നുണ്ട്, അതായത് മൂൺ മെൽറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. മൂൺ ഫോം ചെയ്തതിനു ശേഷം ഇറ്റ് ബിക്കെയിം മൂൺ മെൽറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ മെൽറ്റിങ്ങിന്റെ കാരണമായിട്ട് പറയുന്നത് ടൈഡൽ ആക്ടിവിറ്റിയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൂണും ടൈഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നറിയല്ലോ. സോ ടൈഡൽ ആക്ടിവിറ്റി കാരണം മൂൺ മെൽറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇത് മൂണിന്റെ ഇന്റീരിയറും എർത്തിന്റെ ഗ്രാവിറ്റിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് ഈ ടൈഡൽ ആക്ടിവിറ്റി കാരണം മൂൺ മെൽറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഇറ്റ് ലുക്സ് യങ്ങർ. അത് കുറച്ചുകൂടെ പുതിയ, അപ്പൊ മെൽറ്റ് ചെയ്തപ്പോൾ പുതിയ സംഭവങ്ങൾ വന്നു, അത് കുറച്ചും കൂടെ യങ്ങർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ അല്ല, അത് ശരിക്കും 4.5 ബില്യൺ ഇയേഴ്സോളം പഴക്കം മൂണിനുണ്ട്. പിന്നീട് മെൽറ്റിംഗ് ഒക്കെ വന്നതിന് ശേഷം ഈ ടൈഡൽ ആക്ഷൻ കാരണം മൂൺ മെൽറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം മൂൺ കുറച്ചും കൂടെ യങ് ആയിട്ട് തോന്നുന്നതാണ്. ബട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മൂൺ ഇസ് പ്രിറ്റി ഓൾഡ്. അപ്പോൾ മൂൺ ഉണ്ടായ തിയറിയും കൂടെ ഓർത്ത് വെക്കുക. കൊലിഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് മാസ് സൈസ് പ്രോട്ടോപ്ലാനറ്റ്. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട മേജർ ആയിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് ഇതിനകത്ത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, H5N1 ബൈൻഡിങ് ആണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി വെരി നോട്ടഡ്. കാരണം ഈ പ്രധാനമായിട്ടും H5N1 ഈ ബേർഡ് ഫ്ലൂ എന്ന് പറയുന്ന ഏവിയൻ ഇൻഫ്ലുവൻസ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏവിയൻ ഇൻഫ്ലുവൻസ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഏവിയൻ ഇൻഫ്ലുവൻസ കൂടുതലും ബേർഡ്സിൻ്റെ ഇടയിലാണ് വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചായിട്ട് ഇപ്പോൾ കാലിഫോർണിയയിലും US കുറേ എക്സാമ്പിൾസ് കാരണം ഇത് പതുക്കെ
ഈ ഈ വൈറസ് ഹ്യൂമൻസിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഹ്യൂമൻസിൽ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വളരെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിക്കുകയാണ്. ഇത് മനുഷ്യനിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടോ, അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? പക്ഷികളിൽ കണ്ടിരുന്ന ഒരു സംഭവം ഹ്യൂമൻസിൽ വരികയാണെങ്കിൽ പിന്നെ അതിനുശേഷം മാത്രമല്ല, ഹ്യൂമൻസിൽ നിന്നും പല ബേർഡ്സിൽ നിന്നും പല കൗസിലേക്കും ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു അലാമിങ് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ പലതരം വൈറസുകളുണ്ട്. ഇപ്പൊ ആദ്യം 2005 പഴയ വൈറസ് നോക്കുന്ന സമയത്ത് ഇത് അനിമൽസിലേക്ക്, ഈ ബേർഡ്സിലേക്ക് മാത്രം പോയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് 2022 സ്ട്രെയിൻ അല്ലെങ്കിൽ 2022 വൈറസ് നോക്കുമ്പോൾ ഇത് കൂടുതലും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ മനുഷ്യന്റെ, ഹ്യൂമൻസിന്റെ സെൽസ് അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റില്, അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റില് ഈ സംഭവം വൈറസ് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ, ഈ വൈറസ് ഇങ്ങനെ 2022 വൈറസ് ഇതിനൊക്കെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈ അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ ഇത് കാണുമ്പോൾ ഇതിന്റെ റെപ്ലിക്കേഷനും ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ വൈറസ്. അങ്ങനെ വരുമ്പോൾ ഇത് ഭയങ്കര അലാമിങ് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം പണ്ട് 2005 വൈറസിന് നമ്മൾ നോക്കുന്ന സമയത്ത് 2005 വൈറസിന് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല, ഇത്രയും ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 2002 വൈറസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ പറയുന്ന റെപ്ലിക്കേഷനും ഈ അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ സംഭവം വളരെ ഹൈ ആയതുകൊണ്ട് ഇറ്റ് ഈസ് റിയലി വറിയിങ്, ഭയങ്കര ഒരു വറിയിങ് സിറ്റുവേഷൻ ആണ്. മനുഷ്യനിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ കോവിഡിനെക്കാട്ടും വേഴ്സ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഏവിയൻ H5N1 എന്താണ്, അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസയുടെ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ ഇൻഫെക്ഷനെ കുറിച്ച് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ മേജർ കാര്യങ്ങൾ തന്നെയുള്ളൂ ഇതിനകത്ത്, അതിൽ കൂടുതലില്ല. ഇതിന്റെ സ്റ്റോറി ഇത്ര തന്നെയുള്ളൂ. അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജേർണൽ റിട്രാക്ട്സ് ദ ഡിസ്ക്രെഡിറ്റഡ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ പേപ്പർ. ഇത് വേറൊന്നുമല്ല, നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുണ്ട്. അതായത് ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് നമ്മുടെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്, ഇറ്റ്സ് കോൾഡ് ഹൈഡ്രോക്സി. നമ്മൾ കോവിഡിനൊരു മെഡിക്കേഷൻ എന്ന രീതിയിൽ ഉപയോഗിച്ചതാണ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ എന്ന് പറയുന്ന. ക്ലോറോക്വീൻ എന്ന് പറയുന്നത് ഒറ്റ വാക്കാണ്, എഴുതാൻ എളുപ്പത്തിന് എഴുതുന്നുള്ളൂ. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ എന്ന് പറയുന്നൊരു സംഭവം, ഇത് ശരിക്കും മലേറിയയ്ക്കുള്ള ഒരു ക്യൂർ ആയിരുന്നു. ആക്ച്വലി മലേറിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് എഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് COVID-19 വേണ്ടി ഉപയോഗിച്ചത്. അത് COVID-19 വേണ്ടി നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പൊ ഇത് അന്ന് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഡിമാൻഡ് ഭയങ്കര ഹൈ ആയിരുന്നു, വളരെ ഹൈ ഡിമാൻഡ് ആയിരുന്നു. സോ ഒരു തരത്തിൽ ഒരു ബിസിനസ് സംഭവം കൂടെ ആണെന്ന് പറയുന്നുണ്ട്. ഈവൻ ട്രംപ് പോലും ഭയങ്കര ഹൈ ആയിട്ട് ഇതിനെ അഡ്വക്കേറ്റ് ചെയ്തിരുന്നു, ഭയങ്കര ഹൈ ആയിട്ട് അഡ്വക്കേറ്റ് ചെയ്തിരുന്നു. സോ ഇതൊരു ബേസ് ചെയ്ത് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എന്താന്ന് വെച്ചാൽ, ഇത് അന്ന് പ്രസന്റ് ചെയ്ത പേപ്പറിനെ കുറിച്ച് ചർച്ച വരുന്നുണ്ട്. ഈ പേപ്പറിൽ കുറെ ആൾക്കാർ റിസർച്ച് ഇട്ട് ഇത് കണ്ടുപിടിച്ചു, ഏതോ ഇത്ര ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചു. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് പബ്ലിഷ് ചെയ്തു, വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ, ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ ഇത് അന്വേഷിക്കുമ്പോൾ ഈ പേപ്പറിന്റെ ഒത്തന്റിസിറ്റി അല്ലെങ്കിൽ വെറാസിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ഇപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ, ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഈ പേപ്പറിന്റെ ഒത്തന്റിസിറ്റി എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ശരിക്കും അന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഇത്രയും പെട്ടെന്ന് അതിനകത്ത് എന്തോ ഒരു പ്രോബ്ലം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അന്ന്. അപ്പൊ വേണ്ടത്ര റിസർച്ച് ഒന്നും ചെയ്യാതെയാണ് ഈ മരുന്ന് അല്ലെങ്കിൽ ഇത് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ എല്ലാവർക്കും കൊടുത്തത് എന്നുള്ള ഒരു ആക്ഷേപവും ഇവിടെ വരുന്നുണ്ട്. സോ അതാണ് ഇതിന്റെ മെയിൻ കാര്യം. സോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ വരുന്നത്. ഇത് ശരിക്കും നല്ല കാര്യമാണോ എന്നുള്ള ഒരു ഡിബേറ്റ് ആണ് ഇതിൽ സയൻസ് ആൻഡ് ടെക്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ഒരു പോയിന്റ്. സോ ഇത് വായിച്ച നിങ്ങൾക്ക് ചിലപ്പോൾ മൊത്തം മനസ്സിലാവണമല്ലോ, മൊത്തം കഥ ഇത്രേ ഉള്ളൂ. ഇത്രയും വർഷം കഴിഞ്ഞ് ഇത് വരുമ്പോൾ ഒരു ചെറിയൊരു അപാകത ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, എക്കോ ഫ്രണ്ട്ലി കൺവേർട്സ് എയർ ആൻഡ് ഇറ്റ്സ് എക്കോ ഫ്രണ്ട്ലി റിയാക്ടർ കൺവേർട്സ് എയർ ആൻഡ് വാട്ടർ ഇൻ ടു അമോണിയ. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കാണാം, ഹൗ നേച്ചർ പ്രൊഡ്യൂസസ് അമോണിയ, എ റിയാക്ടർ ദാറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽ കോമഡിറ്റി ഫ്രം നൈട്രോജൻ ഇൻ ദി എയർ ആൻഡ് വാട്ടർ വിത്തൗട്ട് കാർബൺ ഫുട് പ്രിന്റ്. കാർബൺ ഫുട് പ്രിന്റ് ഇല്ലാതെ തന്നെ അമോണിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതല്ല, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. സോ നാച്ചുറൽ ആയിട്ട് നൈട്രോജൻ ഇൻ ദി എയർ ആൻഡ് വാട്ടർ വിത്തൗട്ട് എനി കാർബൺ, ഒരു പ്ലാസ്മ ഹൈഡ്രോകെമിക്കൽ റിയാക്ടർ വെച്ചിട്ടാണ് ഈ അമോണിയ പ്രൊഡക്ഷൻ റേറ്റ് കൊണ്ടുവരുന്നത്. 1 gram per 1 day over 1000 hours. സോ ദിസ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ടുവേർഡ്സ് ഗ്രീൻ അമോണിയ.
ഗ്രീൻ അമോണിയ, നമ്മൾ സാധാരണ അമോണിയ ചെയ്യുമ്പോൾ ഒരുപാട് കാർബണിന്റെ സംഭവമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജൻ വെച്ചിട്ട് ഇൻ ദി എയർ ആൻഡ് വാട്ടർ, കോമഡിറ്റി ഫ്രം നൈട്രോജൻ ഇൻ ദി എയർ ആൻഡ് വാട്ടർ വിത്തൗട്ട് എനി കാർബൺ ഫുട് പ്രിന്റ്. കാർബൺ ഫുട് പ്രിന്റ് ഇല്ലാതെ അമോണിയ ക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കില്ലേ? സോ ദാറ്റ് ഇസ് സംതിങ് കോൾഡ് ഗ്രീൻ അമോണിയയുടെ പ്രോസ്പെക്ട് വളരെയധികം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഇത് ചെറിയൊരു വാർത്ത, ഗ്രീൻ അമോണിയ. പിന്നെ ഡെനാലി ഫോൾട്ട്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെനാലി ഫോൾട്ട് ടോർ അപ്പാർട്ട് ഏൻഷ്യൻ ജോയിനിങ് ഓഫ് ലാൻഡ് മാസസ്. സോ ഇത് വേറൊന്നുമല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് സം ബേസിക് ഐഡിയ. ഇതിൽ കുറച്ച് ബേസിക് ഐഡിയ ഉണ്ടാവണം. ഈ ഡെനാലി എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൻ തന്നെയാണ്. യു ഷുഡ് നോ വാട്ട് ഇസ് വെർ ഇസ് ഡെനാലി. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഡെനാലി മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ തന്നെയാണ്. ആൻഡ് ചെറു മൗണ്ടൻ അല്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ നോർത്ത്, വൺ ഓഫ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ആണത്. ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ നോർത്ത് അമേരിക്കയാണ് ഡെനാലി മൗണ്ടൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിതിന്റെ ഡെനാലി എന്ന് പറയുന്നത് 2015 മുതലാണ് ഇത് ഡെനാലി മൗണ്ടൻ ആയത്. നമ്മൾ അതിന് മുന്നേ വർഷങ്ങളായിട്ട് ഇതിനെ അറിഞ്ഞിരുന്ന പേര് മൗണ്ട് മക്കിൻലി എന്നാണ്. ബുക്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മൗണ്ട് മക്കിൻലി എന്നാണ് ഇതിന്റെ പേര് നമ്മൾ അറിഞ്ഞിരുന്നത്. സോ യു ഷുഡ് നോ വാട്ട് യു മീൻ ബൈ മൗണ്ട് മക്കിൻലി, ഡെനാലി മൗണ്ടൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെനാലി ഫോൾട്ട്. അതായത് പണ്ട് ഈ മൗണ്ടൻ അലാസ്ക മുതൽ കാനഡ വരെ ഒരൊറ്റ പീസായിരുന്നു എന്നാണ് പറയുന്നത്, ഒറ്റ സ്ട്രെച്ച് ആയിരുന്നു. ഈ ഡെനാലി ഫോൾട്ട് ഒരു എർത്ത് ക്വേക്ക് പോലത്തെ ഒരു ഡെനാലി ഫോൾട്ട് വന്നതിന് ശേഷമാണ് ഇത് ശരിക്കും വേർപിരിഞ്ഞതെന്ന് പറയുന്നത്. നമ്മൾ ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് നമ്മൾ ജിക്സോ പസിലൊക്കെ പറയും. കോണ്ടിനെന്റ്സ് എല്ലാം ഡ്രിഫ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോഴും അത് യോജിച്ച് വെച്ചാൽ കറക്റ്റ് ജിക്സോ ഫിറ്റിൽ ഇരിക്കുന്നില്ലേ, അതിങ്ങനെ അടർന്നിങ്ങനെ വന്നതാണ്. അതാണ് ഇതിന്റെ തിയറി. അപ്പോൾ ഇത് തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യം. അതിനകത്ത് പറയുന്ന ഒരു പോയിന്റും കൂടെ നമുക്ക് ഇവിടെ എടുത്ത് നോക്കാം. ഹിസ്റ്റോറിക്കൽ, ലെറ്റ്സ് ടേക്ക് ദിസ് വേ. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് മിസ് ആവാതിരിക്കാൻ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് വേ. Take a look at this. The feature was torn apart by millions of years of tectonic activity. The historic reconstruction of 483 km horizontal movement at Denali Fault found that 3 locations one time formed terminal. What do you mean by TSZ? ഇങ്ങനെ ഒരു വാക്കുണ്ട്. It's called terminal suture zone, which represent the final integration of tecton. ഇത് ആക്ച്വലി 3 സംഭവങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഒറ്റ പീസായിരുന്നു. അതായത് യു ക്യാൻ സി ഡെനാലി ഫോൾട്ട് സൗത്ത് ഹാഫ് ഓഫ് അലാസ്ക ആൻഡ് അതേപോലെ തന്നെ ജോയിനിങ് 2 മാസ് അപ്പുറത്ത് കാനഡ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒറ്റ പീസായിരുന്നു ഈ പറയുന്ന ഡെനാലി തൊട്ട് അങ്ങ് കാനഡ വരെ. പക്ഷേ അത് പിന്നീട് അത് ടോൺ അപ്പാർട്ട് ആയിപ്പോയി ടെക്ടോണിക് ആക്ടിവിറ്റി കാരണം. അതിന് ഈ ഡെനാലി ഫോൾട്ട് ദ 3 ലൊക്കേഷൻസ് ഇൻ വൺ ടൈം ഫോം ദ ടെർമിനൽ. ഇതൊരു TZSZ എന്ന് വിളിക്കുന്ന പേര് ഓർത്ത് വെച്ചോണം. ഇത് ടെർമിനൽ സുട്യൂർ സോൺ എന്ന് വിളിക്കുന്നതാണ്, വിച്ച് റെപ്രസെന്റ് ദ ഫൈനൽ ഇന്റഗ്രേഷൻ ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഇൻടു ലാർജർ മാസ്. സോ വാട്ട് ഇസ് TSZ? ഇറ്റ്സ് ടെർമിനൽ സുട്യൂർ സോൺ. അപ്പോൾ ഡെനാലി ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഡെനാലി മൗണ്ടൻ എവിടെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഹാവ് എ ഗുഡ് ഐഡിയ ഓൺ ദാറ്റ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പെർഫെക്റ്റ്. ദാറ്റ് ഇസ് ഓൾ. പിന്നെ ഏർലി വാർണിംഗ് ടൂൾ ക്യാൻ ഹെൽപ്പ് കൺട്രോൾ ഹ്യൂജ് ലോക്കസ്റ്റ് സ്വാംസ്. ഈ ഇൻസെക്ട്സ് കണ്ടിട്ടില്ല ആകാശത്തൂടെ പറക്കുന്നത്, ഇതിനാണ് നമ്മൾ ലോക്കസ്റ്റ് എന്ന് വിളിക്കുന്നത്. ലോക്കസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഭയങ്കര ലാർജ് സ്കെയിൽ ഇതിങ്ങനെ പറന്ന് വന്നാൽ ദേ ആർ കോൾഡ് ലോക്കസ്റ്റ്. സോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഈ കണ്ടോ, ഇത് എന്തോരം ചെറിയ ലോക്കസ്റ്റുകളാണ് പറക്കുന്നതെന്ന് കണ്ടോ ഇതിനകത്ത്. ഇതിന്റെ മൂവ്മെന്റ്സ് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പോയിന്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട സയൻസും പ്രധാനപ്പെട്ട വാർത്തകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നാഷണൽ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി സ്റ്റോറി പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കടക്കാം. റിവ്യൂ ഓഫ് GST ഓൺ ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രിഫേർഡ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ GSTനെ കുറിച്ചാണ് പറയുന്നത്. GST വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മൾ ആഡ് ചെയ്യുന്നതിൽ ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിൽ GST വേണോ എന്നുള്ളതാണ് ഇത് ചോദിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഒരുപാട് പൈസ നമ്മൾ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു വർഷം നമ്മൾ പ്രീമിയം അടയ്ക്കുമല്ലോ. അപ്പോൾ ശരിക്കും ഇതിൽ GST കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാം. GST കൊണ്ടുവന്നാൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് നല്ലതാണ്. വൈ? ബിക്കോസ് ഗവൺമെന്റിന് ടാക്സ് ഇനത്തിന് ഒരുപാട് പൈസ കിട്ടും. ഒരുപാട് ടാക്സ് കിട്ടുമ്പോൾ ഗവൺമെന്റിന് വരുമാനം വരികയല്ലേ, നല്ലതല്ലേ. പക്ഷെ ആൾക്കാർക്ക്, പീപ്പിളിന് അത്ര നല്ലതല്ല. ഇറ്റ്സ് ഗുഡ്, നോട്ട് ബാഡ്. ഇറ്റ്സ് ബാഡ് ഫോർ ദ പീപ്പിൾ ബിക്കോസ് അവർ ഓൾറെഡി പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു വർഷം നമ്മൾ ഒരു 3 ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി, കവർ കിട്ടാൻ വേണ്ടി, ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 30,000 രൂപ നമ്മൾ ഒരു വർഷം പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ആ കൊല്ലം നമുക്ക് അസുഖമൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് കവറില്ല, അത് നമ്മൾ പൈസ ഹെൽത്ത് ഇൻഷുറൻസിന് പോയി. ഇനി ഇതിന്റെ കൂടെ ഹൈ ടാക്സും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബേർഡൻ ആയില്ലേ. സോ ഈ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൊക്കെ നമുക്ക്
ഇത് നമുക്ക് GST കുറച്ചുകൂടി അല്ലെങ്കിൽ GST വേണോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആൻഡ് ഏറ്റവും രസം, ജീൻ തെറാപ്പിക്ക് GST വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ് ഡിഫൻസിനും ജീൻ തെറാപ്പിക്കും സർഫസ് ടു എയർ മിസൈലിനും GST വേണ്ട, ടാക്സിന്റെ ആവശ്യമില്ല, GST വേണ്ട എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഡിസ്കഷനാണ്. പിന്നെ പലതിലും GST കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പോപ്കോണിന് GST കൂട്ടണം എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, അതും ഏറ്റവും രസം പറയുന്നുണ്ട്. സ്വീറ്റ് കാരമൽ പോപ്കോൺ ആണെങ്കിൽ 18% GST കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സോൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോപ്കോൺ 5% GST. പ്രീ പാക്കേജ് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന പോപ്കോൺ ആണെങ്കിൽ 12% GST. അപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോപ്കോൺ, കാരമൽ പോപ്കോണിന് 18%, സോൾട്ട് റിലേറ്റഡ് പോപ്കോൺ 5% GST. അപ്പോൾ ഇതിന് തരത്തിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ടാക്സ് കൂട്ടുന്ന അന്ന് നമ്മൾ മിനിഞ്ഞാന്നത്തെ ആർട്ടിക്കിൾ പറഞ്ഞു നമുക്ക് ശരീരത്തിന് കേടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ GST ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓർമ്മയുണ്ടോ? മിനിഞ്ഞാന്നത്തെ ആർട്ടിക്കിളിൽ സിഗരറ്റും ഷുഗർ ഡ്രിങ്ക്സിലും കാർബണേറ്റഡ് വാട്ടർ, പെപ്സി, കൊക്കക്കോളയ്ക്ക് നമ്മൾ ശരീരത്തിന് കേടാണ്, ഷുഗർ കൂടുതലുള്ള സാധനങ്ങൾക്ക് 40% ടാക്സ് അടിക്കാൻ പറയുന്നുണ്ട്. സോ ദാറ്റ് ആൾക്കാർ ഇത് വാങ്ങിക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സോ GSTയുടെ ടാക്സിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റ് അമെൻഡ്സ് റൂൾ ടു റെസ്ട്രിക്ട് ആക്സസ് ടു പോളിംഗ് ഫുട്ടേജ്. ഇത് വേറൊന്നുമല്ല, നമുക്കിതൊന്നുകൂടെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ മച്ച് മോർ ഈസിയർ മാനർ. കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് ഈ പോയിന്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഇത് വേറൊന്നുമല്ല, അതായത് എലക്ഷന്റെ സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട 2-3 നിയമങ്ങൾ, ഉദാഹരണത്തിന് 93 സെക്ഷൻ 93 ക്ലോസ് 2 ക്ലോസ് A എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതായത് കണ്ടക്ട് ഓഫ് എലക്ഷൻസ് എന്ന് പറയുന്ന സംഭവം അമെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. കണ്ടക്ട് ഓഫ് എലക്ഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമുണ്ട്. കണ്ടക്ട് ഓഫ് എലക്ഷൻസ് 1961 റൂളാണ് അമെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നോർമൽ രീതിയിൽ, സോ ഇറ്റ്സ് എ നോർമൽ സിറ്റുവേഷൻ, നമുക്ക് നോർമൽ രീതിയിൽ ഒരു സാധാരണ നിയമം അനുസരിച്ച് നമുക്കൊരു സാധാരണക്കാരൻ, ഒരു കോമൺ സിറ്റിസന് നമുക്ക് പബ്ലിക് ഇൻസ്പെക്ഷൻ നടത്താം. എലക്ഷന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പേപ്പറും പബ്ലിക് ഇൻസ്പെക്ഷൻ നടത്താം എന്നുള്ളതാണ് ഇതിന്റെ നിയമം. അതായത് നമുക്ക് എലക്ഷന്റെ അവിടുത്തെ പോൾ ഫുട്ടേജ്, ക്യാമറയിലുള്ള ഫുട്ടേജ് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ, സാധാരണക്കാരന് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. പക്ഷെ പുതിയ നിയമം, അമെൻഡഡ് നിയമം പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി മുതൽ കാണാൻ പറ്റില്ല. സോ സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെ ഇലക്ഷനെ കുറിച്ചുള്ള സെലക്ട് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഇനി കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സോ ശരിക്കും പബ്ലിക്കിനെല്ലാം കാണാൻ പറ്റുന്നത് നല്ലതാണ്. ഇതൊരു ട്രാൻസ്പാരന്റ് മെഷീനറി ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പാരന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം പബ്ലിക് ഇൻസ്പെക്ഷൻ നല്ലതാണ് എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഇത് കൂടുതൽ ചർച്ച വരുന്നത്. വളരെ സെലക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് RTI ആൾക്കാർ, റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർ ഇത് വലിയ മോശം കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു അമെൻമെന്റ് വന്നു കഴിഞ്ഞാൽ എവിടെ പോയി ട്രാൻസ്പാരൻസി? നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്പാരൻസി ഉറപ്പാക്കാൻ പറ്റും? നമ്മൾ ഇൻഫർമേഷൻ ഒന്നും ഗവൺമെന്റ് നമ്മളെ കാണിക്കുന്നില്ലെങ്കിൽ, അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇങ്ങനെ എല്ലാവരെയും കാണിക്കുമ്പോൾ ഈ ഫുട്ടേജ് ഒക്കെ കൊടുത്താൽ ഇതൊക്കെ ഹാക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആൾക്കാരുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷനൊക്കെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മിസ്യൂസിന്റെ പേരിൽ ഇത് ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ട, അത്രയും സെലക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി എന്നാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. സോ ലെറ്റ്സ് ഹാവ് an idea. According to the EC, the election papers and document do not specifically electronic goods in order to remove the ambiguity. തന്നെയാണ് മെയിൻ CCTV സീരിയസ് റിപ്പർക്കഷൻ. ഇതിൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യമാണ് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നക്സൽ ഏരിയസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സീക്രസി ഈസ് ഇമ്പോർട്ടൻറ്റ്. ലൈഫ്സ് ഓഫ് വോട്ടേഴ്സ് മേ ബി അറ്റ് റിസ്ക്. ഇലക്ഷൻ പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കാശ്മീരിലും നക്സൽ സ്ഥലത്തൊക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ വന്നു. അവിടെ ഭയങ്കര ടെൻഷനാണല്ലോ. അവിടെ ഓൾറെഡി ഇന്ന ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഇത്ര ആൾക്കാരുടെ വോട്ടിങ്ങിന്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരാൾ പോയിട്ട്, എക്സ് എന്ന് പറഞ്ഞ ഒരാൾ പോയിട്ട് ഇതിന്റെ ഡേറ്റ എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂൾ 1961 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾ അനുസരിച്ച് എനിക്ക് ഡേറ്റ കാണണം, എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് അറിയണം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് ഇന്ന ആൾക്കാരെല്ലാം ഇലക്ഷന് പങ്കെടുത്തിട്ടുണ്ട്. ഇവരോടൊക്കെ നമ്മൾ, ഇയാളൊരു മാവോയിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ നക്സലാണെന്ന് വിചാരിക്കാം, ഇവരോടൊക്കെ പോകരുതെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവരെ പിന്നീട് പോയി ഇവരെ വേണമെങ്കിൽ കൊന്നുകളയാം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം അപായപ്പെടുത്താം എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആസ്പെക്ട് കൊണ്ടാണ് സാധാരണക്കാർക്ക് ഇനി ഫുട്ടേജും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം വന്നിട്ടുള്ളത്.
സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ കൊടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ജർമ്മനിയിൽ 5 പേര് ക്രിസ്മസ് മാർക്കറ്റ് അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. അതൊരു വാർത്തയാണ്. സോ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് മെനി ആസ്പെക്ട്സ്. 25% ഓഫ് ഇന്ത്യസ് ഗ്രീൻ കവർ, ഇന്ത്യയുടെ ഗ്രീൻ കവറാണ് കാണിക്കുന്നത്, ഫോറസ്റ്റ് കവർ. അപ്പോൾ ഇന്ത്യയിൽ ഗ്രീൻ കവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് കോണ്ടെക്സ്റ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ്, നമുക്കിതിനകത്ത് ഗ്രീൻ കവർ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. പച്ച തന്നെ മാർക്ക് ചെയ്ത് തരാം. സോ നമ്മുടെ ഇതിൽ ഗ്രീൻ കവർ പറയുന്നത്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ടോട്ടൽ ഇന്ത്യയുടെ ഗ്രീൻ കവർ എന്ന് പറയുന്നത് 25% പറയുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫിയിലെ 25% നമുക്ക് ഗ്രീൻ കവർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഗ്രീൻ കവറിൽ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 21% ഫോറസ്റ്റ് കവറും 3.41% ട്രീ കവറുമാണ്. സോ മൊത്തം 25%. ഇതൊരു പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ചോദിക്കാം. ഇൻ ഇന്ത്യ മോർ ദാൻ 25.1% ഓഫ് ദ ടോട്ടൽ തിങ് ഓഫ് ഏരിയ ഓഫ് ദ ജോഗ്രഫിക്കൽ ഏരിയ ഇസ് ആക്ച്വലി അണ്ടർ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ. അതിൽ 21% ട്രീ, 3.4% ട്രീ കവറുമാണ്. അപ്പോൾ ഇതാണ് ഫോറസ്റ്റ് കവർ. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് കവർ എന്ന വാക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. A land with tree canopy density exceeding 10% and covering at least 1 hectare എന്ന് പറയുന്നത് ഫോറസ്റ്റ് കവറാണ്. ഒരു ട്രീ കനോപ്പി ഉള്ള ഏകദേശം 10%-ഓളം കനോപ്പി ഡെൻസിറ്റി ഉള്ള സ്ഥലം ഒരു ഫോറസ്റ്റ് കവർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ട്രീ കവറും അതേപോലെ തന്നെ, if they occupy less than 1 hectare and they also lie outside reserve forest. ബാംബു കവർ വേണമെങ്കിൽ ട്രീ കവറിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു പാരീസ്. യു ഷുഡ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കാർബൺ സിങ്ക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് ഇന്ത്യസ് കാർബൺ സിങ്ക് എന്ന് പറയുന്നതിൽ നമുക്കൊരു ക്ലാരിറ്റി നമുക്കിവിടെ വേണം. സോ കാർബൺ സിങ്ക് എന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ കാർബൺ സിങ്ക് ഇനിയും ബെറ്റർ ആക്കണം എന്നാണ് പറയുന്നത്. സോ കാർബൺ സിങ്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നെക്സ്റ്റ് ടൈം വെൻ യു സീ എൻ ആർട്ടിക്കിൾ ഓൺ കാർബൺ സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട മരങ്ങൾ, ട്രീ, പ്രധാനപ്പെട്ട ഓഷ്യൻസ്, നമ്മുടെ കടലുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കടൽ, ഓഷ്യൻസ്, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ പോവുകയാണെങ്കിൽ ഓഷ്യൻസ് മാത്രമല്ല ഈവൻ സോയിൽ. അപ്പോൾ നമ്മൾ കാർബൺ സിങ്ക്, ഇവരെല്ലാം കാർബൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓഷ്യൻസ് ആണെങ്കിലും സോയിൽ ആണെങ്കിലും ട്രീ ആണെങ്കിലും ഒരു തരം കാർബൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. നമുക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാൻ, നമുക്ക് എന്തായാലും കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അജണ്ട. സോ കാർബൺ സിങ്ക് എന്ന് പറയുമ്പോൾ നാച്ചുറലി മരങ്ങൾ നട്ടാലും ഓഷ്യൻസിൽ വരുന്ന സംഭവങ്ങളും സോയിലിന് അതിന് അബ്സോർബ് ചെയ്ത് കാർബൺ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ കാർബൺ സിങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മരങ്ങൾ കൂടുതൽ വരുന്തോറും നമുക്ക് കാർബൺ സിങ്ക് ബെറ്റർ ആവും, നമുക്ക് കാർബൺ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. കാർബൺ സിങ്ക് പാരീസ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഏകദേശം അറ്റ്ലീസ്റ്റ് 2.5 ബില്യൺ ടൺസ് ബൈ 2030 ആണ് നമ്മുടെ ടാർഗറ്റ് കാർബൺ. അത്രയും നമുക്ക് കാർബൺ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഫോറസ്റ്റ് കവറാണ് ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക. 25% മരങ്ങളും ട്രീ കവറും അതേപോലെ ഫോറസ്റ്റ് കവറും നമുക്ക് ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ പരസ്യങ്ങളും കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓം പ്രകാശ് ചൗട്ടാല ക്രിമേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണേഴ്സ്. ഒരു പഴയ ഹരിയാന ചീഫ് മിനിസ്റ്ററാണ്. അന്നത്തെ കാലത്ത് ഹരിയാനയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്ററാണ്. സോ ഐ സ്റ്റേഡ് വെൻ ഐ വാസ് ഇൻ ഡൽഹി. നമ്മൾ എൻ്റെ ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ വി സ്റ്റേഡ് നെക്സ്റ്റ് ടു ഹിസ് ഹൗസ്. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള തൊട്ടടുത്തുള്ള വീട്ടിനടുത്ത് താമസിക്കുന്ന ഐ ഹാവ് സീൻ ഹിം മെനി ടൈംസ്. സോ ഹരിയാനയുടെ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചീഫ് മിനിസ്റ്ററാണ്. പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ ഐ റിമെമ്പർ ദിസ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ലാൻഡ് സ്ലൈഡ് പിന്നെയും വന്നിട്ടുണ്ട്. സോ ദാറ്റ് അഗെയിൻ ബ്രിങ്സ് എസ്, നമ്മൾ ജോഗ്രഫിയിൽ വെനെവർ വി ഹിയർ ലാൻഡ് സ്ലൈഡ് ഒക്കെ കാണുന്ന സമയത്ത് യു ഷുഡ് ഹാവ് എൻ ഐഡിയ വാട്ട് ഈസ് എ ലാൻഡ് സ്ലൈഡ്. നമ്മുടെ മെയിൻസിൽ നോക്കുകയാണെങ്കിലും GS പേപ്പർ 1 ജിയോ ഫിസിക്കൽ ഫെനോമിനൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താണ് ലാൻഡ് സ്ലൈഡ്, വാട്ട് ഈസ് ലാൻഡ് സ്ലിപ്പ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് കാരണങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് ഉത്തരാഖണ്ഡിലാണ് വന്നിരിക്കുന്നത്, പിത്തോർഘഡ്. സോ ഇതിൽ പിത്തോർഘഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. സോ മറ്റ് പൊളിറ്റിക്കൽ വാർത്തകളും കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ കീപ്പിംഗ് അസൈഡ് ദി ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ന്യൂസ്, യെസ് ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നമുക്ക് എവിടെയെങ്കിലും മെയിൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസറിൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദീദി കി ലൈബ്രറീസ് ഫോർ ചിൽഡ്രൻ ലിവിംഗ് ഇൻ റൂറൽ ഏരിയാസ്. വളരെ നല്ലൊരു ആശയമാണ്. ബീഹാറിൽ നമ്മളെപ്പോഴും ബീഹാറിനെ ഏറ്റവും കൂടുതൽ കളിയാക്കി പറയും, ബീഹാറിൽ എഡ്യൂക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അവിടുത്തെ ആൾക്കാർ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര ഹൈ ആണ്.
അവിടുത്തെ ഒരു നല്ലൊരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ് ദീദി കി ലൈബ്രറി. കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠിക്കാനുള്ള, ഡിജിറ്റലി പഠിക്കാനുള്ള സൗകര്യം, ബുക്കുകളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദീദി കി ലൈബ്രറി. റൂറൽ ഏരിയാസിലോട്ട് നമുക്കൊക്കെ കണ്ടുപഠിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കമ്മ്യൂണിറ്റി ലൈബ്രറിയാണ്. കരിയർ ഡെവലപ്മെന്റ് സെന്റേഴ്സ് വഴി 100 ബ്ലോക്സിൽ ഏകദേശം ദീദിക്കിൽ റഫ്ലി ട്രാൻസ്ലേറ്റഡ് ടു ലൈബ്രറി ബൈ ഓൾഡർ സിസ്റ്റർ. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഏകദേശം 38 ബീഹാറിലെ ജില്ലകളിൽ, ഏകദേശം 38ൽ 32ഓളം ജില്ലകളിൽ ഓൾറെഡി ഇതുണ്ട്. ചിൽഡ്രൻ ഹു കം ഫ്രം ഫാമിലീസ് ദാറ്റ് കനോട്ട് അഫോർഡ് ബുക്സ്. ഫ്രീ ഇന്റർനെറ്റ് സർവീസ്, ക്വൈറ്റ് സ്പേസ് ഫോർ ചിൽഡ്രൻ ടു സ്റ്റഡി, ഫോർ യൂത്ത് ടു മീറ്റ്. അപ്പോൾ ഒരുപാട് പേര് പല നാഷണൽ എക്സാംസിനും പല കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും പഠിക്കാനൊക്കെ സമയമില്ലെങ്കിൽ, പഠിക്കാൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാം, ഇന്റർനെറ്റ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അക്രോസ് ദ സ്റ്റേറ്റ്സ് ഏകദേശം മൊത്തം ഇതിൽ 6000 പേരെ ഓൾ ഓവർ ആ സ്റ്റേറ്റിൽ ഇരുത്താൻ പറ്റും. ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ. അതിന് 63% പെൺകുട്ടികളാണെന്നുള്ളൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഏകദേശം അവിടുത്തെ ഒരു ജീവിക്ക എന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ. ബീഹാർ റൂറൽ ലൈവ്ലിഹുഡ് പ്രൊമോഷൻ സൊസൈറ്റി ജീവിക്ക എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇത് വരുന്നത്. അതിൽ ഓൾറെഡി ഉണ്ട്. ഒരുപാട് പേര് UPSCക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നത്. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ് തിങ്. നല്ലൊരു പോസിറ്റീവായിട്ടൊരു വാർത്തയും കൂടാണ് ദീദി കി ലൈബ്രറി. എവിടെയെങ്കിലും നിങ്ങൾക്ക് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ റൂറൽ ഏരിയ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിലൊക്കെ വരുമ്പോഴത്തേക്കാൻ ആസ്ക് യു ബട്ട് ദീദി കി ലൈബ്രറി. വളരെ നല്ലൊരു ഫീൽഡാണ്. ഇനി അടുത്ത പരസ്യങ്ങളും ക്ലാസിഫൈഡും പരസ്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മെയിൻ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് വരാം. അതിൽ മോഡി കോൾസ് ഡയാസ്പോറ ഇൻ കുവൈറ്റ് മിനി ഹിന്ദുസ്ഥാൻ. അത് ഇന്ത്യ കുവൈറ്റ് നല്ല റിലേഷനിലേക്കാണ് വരുന്നത്. സോ കഴിഞ്ഞ 43 വർഷത്തിൽ കുവൈറ്റ് വിസിറ്റ് ചെയ്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. സോ അത് മോഡി പോകുമ്പോൾ തന്നെ വലിയൊരു, കുവൈറ്റിൽ ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ മിനി ഹിന്ദുസ്ഥാൻ എന്ന് മോഡി വിളിച്ചത്. ഒത്തിരി സംഭവങ്ങളുണ്ട്. ആൻഡ് ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി ദ സ്കിൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നും ഇന്ത്യ പറയുന്നുണ്ട്. ഇന്ത്യ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബി ദ സ്കിൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. കാരണം ഇന്ത്യയിൽ അത്രയ്ക്കധികം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് സ്കിൽ ക്യാപിറ്റൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയും കുവൈറ്റും വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ടുള്ള ട്രേഡ് റിലേഷൻ പറയുന്നുണ്ട്. കുവൈറ്റി ട്രേഡേഴ്സ് എല്ലാം കൂടുതലും ഗുജറാത്ത് ഏരിയയിൽ പണ്ട് ഇഷ്ടംപോലെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു മൈഗ്രേറ്റ് പോർട്ടൽ ഉണ്ട് ഇന്ത്യ കുവൈറ്റിന്റെ ഭാഗമായിട്ട്. റിമെമ്പർ ദർ ഇസ് സംതിങ് കോൾഡ് മൈഗ്രേറ്റ് പോർട്ടൽ. ഇന്ത്യ കുവൈറ്റ് റിലേഷൻസിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നല്ലൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. അതിൽ കൂടുതൽ മൈഗ്രേറ്റ് പോർട്ടൽ ഓർത്തു വയ്ക്കാം. അതാണ് പ്രധാനപ്പെട്ട മറ്റ് ഒരു കാര്യം. പിന്നെ പോലീസ് ഇൻ നോർത്ത് ഈസ്റ്റ് ഷുഡ് റീഓറിയന്റ് ഫോക്കസ് ഓൺ സിറ്റിസൺസ് ടു. ഈ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, നോർത്ത് ഈസ്റ്റിൽ വലിയ പ്രശ്നങ്ങളാണല്ലോ നടക്കുന്നത്. എല്ലാ സ്റ്റേറ്റിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പ്രധാനം മണിപ്പൂർ ആണെങ്കിലും അസാം ആണെങ്കിലും എല്ലായിടത്തും ഒരു ക്രൈസിസ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷനാണ്. നാഗാലാൻഡിൽ അവരുടെ പ്രോ നാഗ സംഭവങ്ങൾ ചോദിക്കുന്ന നാഗ ക്രൈസിസ് ഉണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ വയലൻസ് നടക്കുന്നുണ്ട്. അസാമിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ബാംഗ്ലാദേശ് മൈഗ്രൻസ് വരുന്നുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിൽ അവിടുത്തെ പോലീസിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണെന്ന് വെച്ചാലും എപ്പോഴും ഇതേപോലത്തെ സെക്യൂരിറ്റി ആസ്പെക്റ്റുകൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമിത്ഷാ പറയുന്നുണ്ട് ഈ പോലീസിന്റെ സെക്യൂരിറ്റിനപ്പുറത്തേക്ക് അവിടുത്തെ സാധാരണ സിറ്റിസൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളും അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളിലും കൂടെ പോലീസ് വളരെയധികം നല്ലൊരു പങ്ക് വഹിക്കേണ്ടതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, it is also mentioning something called NEC, the role of NEC, which is the North Eastern Council. Very very important. That is called the North Eastern Council എന്നാണ് ഇതിനെ വിളിക്കുന്നത്. It's called the North Eastern Council. 1900 ഇത് എക്സ്ട്രാ പോയിന്റ് ഞാൻ എക്സ്ട്രാ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ എന്ന് പറയുമ്പോൾ 1971 കൊണ്ടുവന്നതാണ്. ഇതൊരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ആദ്യം വന്നതെങ്കിലും പിന്നീട് ഒരു പ്രധാനപ്പെട്ട നോർത്ത് ഈസ്റ്റിലെ പ്ലാനിംഗ് ബോഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ റോളും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ നോ അബൌട്ട് ദ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ഓൾസോ. പിന്നെ രാജസ്ഥാനിലെ ടാങ്കർ കൊലിഷൻ കാരണം ഇത്രയും ആൾക്കാർ മരിച്ചു, ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറയുന്നു. പിന്നെ മുംബൈ ഫെറി കഴിഞ്ഞ ദിവസം അറ്റാക്ക്, ഒരു ആക്സിഡന്റ് നടന്നില്ലേ, നേവിയുടെ ഇത് ഷിപ്പും ഇതിലും മരിച്ച ആൾക്കാരുടെ ബോഡി കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. നമുക്ക് പിന്നെ സിലിഗുരി കോറിഡോർ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് നമുക്ക് പലപ്പോഴും ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന ഈ മാപ്പ് നമ്മൾ നോക്കിയിരിക്കേണ്ട എവിടെയാണ് സിലിഗുരി കോറിഡോർ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട സ്ഥലം കൂടാണ്. നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്കുള്ള പ്രധാന ആക്സസ് തരുന്ന ഒരു കോറിഡോർ അല്ലെങ്കിൽ ഒരു ഹൈവേയും കൂടാണ് സിലിഗുരി കോറിഡോർ. ചിക്കൻ സ്നെക്ക്, എന്താണ് ഈ ചിക്കൻ സ്നെക്ക് എന്നും കൂടെ ഓർത്ത് വെക്കുക. വാട്ട് ഈസ് എ ചിക്കൻ സ്നെക്ക്? ഇത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോ വേർ ഇസ് ദ സിലിഗുരി കോറിഡോർ.
എന്നുള്ളതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. മാപ്പിൽ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാനും പറ്റണം. വേറെ സിലിഗുരി കോറിഡോർ എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും മെയിൻസിന് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഓൾറെഡി ഇഷ്ടം പോലെ ഫേക്ക് ന്യൂസും ഇഷ്ടം പോലെ ഫേക്ക് ന്യൂസും അതേപോലെ ഡിജിറ്റൽ ക്രൈംസും എല്ലാം ഡിജിറ്റൽ അല്ലെങ്കിൽ സൈബർ ക്രൈംസ് ആണ് കൂടുതലും ഹാപ്പൻ ചെയ്യുന്നത്. ഡിജിറ്റൽ സൈബർ ക്രൈംസ് ആണ് ഏറ്റവും കൂടുതൽ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഫേക്ക് ഡിജിറ്റൽ സൈബർ ക്രൈംസ് ഒക്കെ നടത്തുമ്പോൾ UP ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയൊരു വിഭാഗം ആണ്, ഇറ്റ്സ് കോൾഡ് ഡിജിറ്റൽ വാരിയേഴ്സ്. ഈ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഇതിനെ ടാക്കിൾ ചെയ്യാനും കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇറ്റ്സ് കോൾഡ് ഡിജിറ്റൽ വാരിയേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ. സോ യു നീഡ് ടു നോ വാട്ട് യു മീൻ ബൈ ഡിജിറ്റൽ വാരിയേഴ്സ്. ഉത്തർപ്രദേശ് പോലീസ് കൊണ്ടുവന്നതാണ് ടു കോംബാറ്റ് സർക്കുലേഷൻ ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് സ്ട്രെങ്തൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് സൈബർ ക്രൈംസ്. ഇതിനു വേണ്ടിയാണ് ഡിജിറ്റൽ വാരിയറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇനിഷ്യേറ്റീവ് 2018 ഇത് ലോഞ്ച് ചെയ്തത്, വിച്ച് ഇസ് ബിക്കം വാട്സാപ്പ്. അതേപോലെ തന്നെ പല സെക്ഷൻസിലും ഈ ട്രെയിനിങ് കോളേജിലും എല്ലാത്തിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് സൈബർ ക്ലബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കൊടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാനും. സോ പല സ്കൂളിലും സൈബർ ക്ലബ്ബുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡിജിറ്റൽ വാരിയർ പ്രോഗ്രാം വളരെ നല്ലതാണ്. ഫേക്ക് ന്യൂസും സൈബർ ക്രൈമും കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഇനിഷ്യേറ്റീവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഉത്തർപ്രദേശ് പോലീസിൻ്റെ ആണ് ഡിജിറ്റൽ വാരിയേഴ്സ് എന്ന വിഭാഗം. ഓക്കെ, പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഇതിനകത്ത് മൊത്തം പൊളിറ്റിക്കൽ വാർത്തകളാണ്. സോ പൊളിറ്റിക്കൽ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മദൻ ലോക്കൂർ എസ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. അതെന്താണ്? ഇങ്ങനൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനൊരു സാധനം കേട്ടിട്ടുണ്ടോ? UNIJC എന്നൊരു സംഭവം മിക്കവാറും ആൾക്കാർ കേൾക്കാൻ സാധ്യതയില്ല. ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ആണത്. അങ്ങനൊരു ജസ്റ്റിസ് കൗൺസിൽ ഉണ്ടോ UN-ന്റെ? ഇദ്ദേഹം മദൻ ലോക്കൂർ ഇസ് UN, ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മതി. ഈസ് എ ഫോമർ സുപ്രീം കോർട്ട് ജഡ്ജ് മദൻ ലോക്കൂർ, ചെയർപേഴ്സൺ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. 2028 വരെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. സുപ്രീം കോർട്ട് ജഡ്ജാണ് മദൻ ലോക്കൂർ. അപ്പൊ ഇതെന്ന് പറയുന്നത് കൂടുതൽ എന്താണ്? അപ്പോൾ എന്താണ് UNIJC ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും UN എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ ദ ഫോർമുല. ദിസ് ഇസ് ഫോർ ദ UN എംപ്ലോയീസ്. യുണൈറ്റഡ് നേഷനിലെ എംപ്ലോയി വെസസ് UN. ഇവർ തമ്മിൽ ഈ എംപ്ലോയറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമുക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എംപ്ലോയറും തമ്മിൽ UN-ലെ എംപ്ലോയിയും UN-ന്റെ തമ്മിലുള്ള അതിനകത്ത് വേണ്ട ജസ്റ്റിസും അതിനകത്ത് വരുന്ന നിയമ സാധ്യതകളെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ഏജൻസിയാണ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ എന്ന് പറയുന്നത്. UNIJC എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് UNDT, അതേപോലെ ഒന്ന് UNAT. ജസ്റ്റ് ഗിവിംഗ് എക്സ്ട്രാ ഇൻഫർമേഷൻ. DT എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലാണ്. A എന്ന് പറയുന്നത് അപ്പലേറ്റ് ട്രിബ്യൂണലാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടില്ലേ, NCLT എന്ന് പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലും പറയും. പലപ്പോഴും നമ്മൾ പറയാറില്ല, ആദ്യം കേസ് പോകേണ്ടത് NCLT-യിലേക്കാണ്, അവിടെ നിന്നും അപ്പീൽ പോകേണ്ടതാണ് NCLAT-ലേക്ക്. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലും നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും പോലെ തന്നെ ഇവിടെ UN ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ഉണ്ട്. ആദ്യം ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലിൽ പോയതിനു ശേഷം അവിടെ നിന്നും UNAT UN അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് പോകും. അപ്പോൾ എംപ്ലോയീസിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സർവീസിൽ ചോദിച്ചാൽ അറിയണം. ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ എന്ന് പറയുന്നത് എംപ്ലോയീസിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറിയ വാർത്തയാണെങ്കിലും ഇതിനകത്ത് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. റിമെമ്പർ ദിസ്. ഓക്കെ, കശ്മീരിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞതാണ്. -8.5 ആണ് ടെമ്പറേച്ചർ അവിടെ. ഇനി അടുത്ത പ്രധാനപ്പെട്ടത്, പാർലമെന്ററി പാനൽ സജസ്റ്റ് ഗിവിംഗ് സബ്സിഡീസ് ടു ഫാമേഴ്സ് കീപ് നോൺ മിൽച്ചിങ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതും വളരെ പ്രധാനമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ പലപ്പോഴും കാറ്റിൽസ്, ഇത് പ്രത്യേകിച്ച് ഇതിന് വയസ്സായി, കാറ്റിൽസിനും പ്രായമാവില്ല, കാറ്റിലിനും ഒരുപാട് പ്രായമായി, അതിനെക്കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, മിൽക്കൊന്നും അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല. സാധാരണ നമ്മുടെ കേരളത്തിന്റെ രീതി അനുസരിച്ചിട്ടാണ് ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ സ്ലോട്ടർ ചെയ്യാൻ കൊടുക്കും. അപ്പം തന്നെ നമ്മൾ ഇതിനെ കശാപ്പശാലയിൽ ഇതിനെ കൊല്ലാൻ കൊണ്ടുപോകും. പക്ഷേ പുറത്ത് നോർത്ത് ഇന്ത്യയിൽ ഇതിന് വളരെ റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല ഇത്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഇത്തരം കാറ്റിൽസിനെ, ഈ ഓൾഡ് കാറ്റിൽസിനെയൊക്കെ നോക്കാൻ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫാമേഴ്സിന് പൈസ കൊടുക്കണം. സോ ദാറ്റ് അവർ ഇതിനെ കുറച്ചും കൂടെ ഷെൽട്ടറിലൊക്കെ കുറച്ചും കൂടെ അത് മരിക്കുന്നവർ അതിനെ നോക്കാനുള്ള ഒരു ഇതും കൂടെ നമ്മൾ കൊടുക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അതേപോലെ ഫാം ആനിമൽസിന് ഇൻഷുറൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഫാം ആനിമൽസിന് കുറച്ചും കൂടെ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കണം. അതേപോലെ NLM നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ഇത് കുറച്ചും കൂടെ നന്നായി വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഒരു പ്രധാനപ്പെട്ട മിഷനും കൂടാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ.
ഇതിന് വേണ്ടിയുള്ള. അപ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായി വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ സ്ട്രേ കാറ്റിൽസ്, ഇങ്ങനെ നമ്മൾ സ്ട്രേ ഡോഗ്സ് എന്നൊക്കെ കേട്ടിട്ടില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഡോഗുകൾ പോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാറ്റിലിനും ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനെയും കൂടെ കൊണ്ടുവരുന്ന ഒരു സംഭവം കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. സോ പാർലമെന്ററി, നമുക്ക് ഓൾറെഡി ഇതുണ്ടല്ലോ, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്, PSC പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനത്തെ വരുന്ന നോൺ മിൽച്ചിങ് ലൈഫ് സ്റ്റോക്കിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. സോ അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ. ഇതാണ് മെയിനായിട്ടുള്ള പോയിന്റ്. ഇത്ര തന്നെ ഉള്ളൂ, മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഇത് തന്നെ ഉള്ളൂ. സോ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ, റെയിൻ ഡാഷസ് ഫാമേഴ്സ്. സോ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് മഴ കാരണം. അവിടെ ഒറീസയിൽ ഓൾറെഡി ഇപ്പോൾ സൈക്ലോണും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇറ്റ്സ് ഹെവി റെയിൻ. ഈ റെയിൻ വന്നതിന് ശേഷം അവിടുത്തെ മേജർ ക്രോപ്പ് ലാൻഡുകളെല്ലാം വെള്ളത്തിലാണ്. ഇറ്റ്സ് വാട്ടർ ലോക്ക്, എല്ലാം വെള്ളത്തിൽ പോയിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങുമ്പോഴും വെള്ളം ഇല്ലെങ്കിലും പ്രശ്നം, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നം. സോ മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇവിടെ വാട്ടർ ലോക്ക്, ഒഡീസയിൽ വെള്ളം കൂടിയിട്ട് ഫ്ലഡും മഴയൊക്കെ വന്നതിന് ശേഷം അവിടുത്തെ ഫാമേഴ്സിന് കുറേ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സോ അത് ഭയങ്കര കേഴ്സ് ഫോർ ദ ഫാമേഴ്സ് വിത്ത് സബ്മേർജ്ഡ് ഇൻ സ്ട്രഗ്ലിംഗ് ടു സാൽവേജ് ദ പാഡി മൊത്തം ഫീൽഡ്സ് ആർ സബ്മേർജ്ഡ്, വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, GI ടാഗ് പ്രൊഡക്റ്റുകൾ നമ്മൾ കുറച്ചും കൂടെ സെയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് എല്ലാ സ്റ്റേഷനുകളും നമുക്ക് നല്ലൊരു സംഭവം കാണാൻ പറ്റും, OSOP, അതായത് 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ്. പണ്ട് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്നൊക്കെ ഒഡോപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ്. നമ്മൾ ഏതെങ്കിലും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് സ്റ്റേഷനിൽ, ഇപ്പോൾ മിക്കവാറും ഫേമസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ സ്റ്റോൾ കാണും. ഈ സ്റ്റോളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് രസകരമായിട്ടുള്ള സ്വീറ്റ്സ്, നമുക്ക് സ്നാക്സ് ആയിട്ടുള്ള ട്രഡീഷണൽ സ്നാക്സ്, നമ്മുടെ പൊരി, പാം ജാഗരി, കരിപ്പട്ടി, ഇതൊക്കെ പറയത്തില്ലേ, നമ്മുടെ ശർക്കര, അങ്ങനത്തെയൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻസിൽ GI ടാഗ് പ്രൊഡക്റ്റും കൂടെ കൊണ്ടുവരണം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേഷനിൽ ഇതേപോലത്തെ പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സോ ഒരു തരത്തിൽ സാധാരണ ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസൻസ് അല്ലെങ്കിൽ കർഷകർ, ട്രഡീഷണൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു സപ്പോർട്ടും കൂടാണ് ഇതെന്നാണ് നമുക്ക് ഈ ഒരു മിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതും നമുക്ക് എവിടെയെങ്കിലും മെയിൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ വൈറ്റ് വാഷിംഗ് ഓൾഡ് മ്യൂറൽസ് ഇൻ കൊൽക്കത്ത. ഇതിൽ പ്രധാനമായിട്ട് രാജസ്ഥാനി പെയിന്റിങ്, രാജസ്ഥാനി മോട്ടീവ്സ് ആണ്. അതിൻ്റെ കുറേ പെയിന്റിങ്ങുകൾ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അവിടുത്തെ കോളേജിൽ. സോ ദിസ് ഓൾസോ ബ്രിങ്സ് us ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ട് ഇസ് കോൾഡ് ദ രാജസ്ഥാനി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. രാജസ്ഥാനി ആർട്ടിൽ രാജസ്ഥാനി പെയിന്റിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. സോ ദിസ് ബ്രിങ്സ് us വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് രാജസ്ഥാനി പെയിന്റിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടാണ്. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഇനി അടുത്ത പ്രധാനപ്പെട്ട പിന്നെ പഷ്മീന ഷോൾസ്. ഇവിടെ നമ്മൾ അന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോസ്നി എംബ്രോയിഡറി എന്ന് പറഞ്ഞ കശ്മീരിലെ ഒരു എംബ്രോയിഡറിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. അവിടുത്തെ ഷീപ്പിന്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതാണ് ഈ ഷോൾ. പഷ്മീന, ചങ്തായി ഗോട്ട് എന്ന് പറയുന്ന ഗോട്ടും പഷ്മീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഷോളും കശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്ലീസ് റിമെമ്പർ, സോസ്നി എംബ്രോയിഡറി എന്ന് പറയുന്നതും കശ്മീരിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ചങ്തായി, അതേപോലെ തന്നെ ഗോട്ടും, വാട്ട് ഇസ് കശ്മീരിലെ പ്രധാനപ്പെട്ട പഷ്മീന ഷോളും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോ അബൌട്ട് ദിസ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. പിന്നെ പ്രധാനമായിട്ടും റെയിൽവേ ലേയിങ് ഹെറിറ്റേജ് ട്രാക്ക് ദാറ്റ് ലിങ്ക്സ് ഓൾഡ് ആൻഡ് ന്യൂ. ഒരുപാട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ലോഞ്ചിങ് എ ന്യൂ പ്രോജക്ട് കോൾഡ് അമൃത് ഭാരത് സ്റ്റേഷൻ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് കോൾഡ് അമൃത് ഭാരത് സ്റ്റേഷൻ. കുറേ പഴയ സ്റ്റേഷൻ, ഇപ്പൊ ഭയങ്കര നല്ല ആർക്കിടെക്ചർ ഒക്കെ ഉള്ളത്. ഇപ്പോൾ പഴയ മെഡീവൽ ആർക്കിടെക്ചർ, ഇൻഡോർ സാസനിക് ആർക്കിടെക്ചർ, ഇതുണ്ടല്ലോ വിക്ടോറിയ CST, ഛത്രപതി ശിവാജി ടെർമിനസ് എന്ന് പറയുന്ന തന്നെ ഭയങ്കര മോഡേൺ ഒരു ഇന്ത്യൻ നിയോ ക്ലാസിക്കൽ, നിയോ ഗോത്തിക് ആർക്കിടെക്ചറിന്റെ ഒരു മിക്സ് ആണ് ഇതിന്റെ ആർക്കിടെക്ചർ. നമ്മൾ മോഡേൺ ഇന്ത്യയിൽ ഇതിന്റെ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കും. അപ്പൊ അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കുറേ സ്റ്റേഷൻസിനെ അതിന്റെ പഴമ നിലനിർത്തിക്കൊണ്ട് വി ആർ പ്രൊട്ടക്ടിങ് ദാറ്റ്. അപ്പൊ അങ്ങനത്തെ കുറേ സ്റ്റേഷൻസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കുറേ ഇപ്പോൾ CST, ഛത്രപതി ശിവാജി ടെർമിനസ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അവിടെയും ഒരുപാട് മാറ്റങ്ങൾ 1870s തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരണം. അതേപോലെ കണ്ടു, ഇപ്പോൾ ഞാൻ തൊട്ട് പറഞ്ഞതേ ഉള്ളൂ, ഈ വിക്ടോറിയൻ ആർക്കിടെക്ചർ ആൻഡ് ഇൻഡോ ഗോത്തിക് സ്റ്റൈലാണ് അവിടെ കൂടുതലും വരുന്നത്. അതേപോലെ തന്നെ മറ്റ് സ്റ്റേഷനുകളിലും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ സിമിലർലി ഇസ് സംതിങ് ഗോസ് കർണാടകയുടെ ബല്ലാരി, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യ. 1869 സ്റ്റേഷനാണ്, ഗാന്ധിജി ജനിച്ച സമയത്തുള്ള സ്റ്റേഷനാണ് കർണാടകയിലെ ബല്ലാരി സ്റ്റേഷൻ.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് റസ്റ്റ് ഓറഞ്ച് കളറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ കൂണൂർ, നമ്മുടെ തമിഴ്നാട്ടിലെ കൂണൂറും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിലിയുടെ ഭാഗമാണ് കൂണൂർ സ്റ്റേഷൻ. അതേപോലെ ബല്ലാരി, അതേപോലെ ഉടകമണ്ഡലം, ഊട്ടി, കുണൂർ സ്റ്റേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഭയങ്കര ബ്യൂട്ടിഫുൾ റെയിൽ ലൈനാണ് അതൊക്കെ. പിന്നെ അതേപോലെ തന്നെ നാഗ്പൂരിൻ്റെ സ്റ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഗ്പൂർ 1925 ഉണ്ടാക്കിയ ഒരു സ്റ്റേഷനാണ്. സോ അതേപോലെ ഐ മിസ്ഡ് ഔട്ട് സംതിങ്, ദർ വാസ് എഗ്മോർ. എഗ്മോർ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എഗ്മോറിലുള്ള സ്റ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഗ്മോർ സ്റ്റേഷൻ. അപ്പോൾ ഈ സ്റ്റേഷനുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെന്നൈയിലെ എഗ്മോർ സ്റ്റേഷൻ, ഇൻ ഇൻഡോർ സാസനിക് സ്റ്റൈൽ, ബല്ലാരി, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട സംഭവമാണ്. സോ നോ അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് അമൃത് ഭാരത് സ്കീം. ഗതിശക്തി ഡയറക്ടറേറ്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഗതിശക്തി ഡയറക്ടറേറ്റിന് കീഴിലാണ്. സോ റിമെമ്പർ ദിസ്. ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ടെമ്പിൾ മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് യു ഷുഡ് റിമെമ്പർ നാഷണൽ കമ്മീഷൻ ഓൺ ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയുള്ള ഇത് പറയുന്നുണ്ട്. അമ്പലങ്ങളിൽ ടെമ്പിൾ മാനേജ്മെന്റ്, പല അമ്പലങ്ങളിലും ടെമ്പിൾ മാനേജ്മെന്റിലും ST റിസർവേഷൻ റോസ്റ്റേഴ്സ്, അതായത് റിസർവേഷൻ ആൾക്കാർക്ക് അതിന്റെ ഭാഗമായിട്ട് റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടമാണെന്നാണ് പറയുന്നത്, കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ ഇപ്പോഴും ആ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. സോ പല അമ്പലങ്ങൾ നോക്കുമ്പോഴും മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, കേരള, ST കമ്മ്യൂണിറ്റീസ് ഹാവ് ഇറ്റ്സ് റിഗാർഡ് ടു, അവർക്ക് ST കമ്മ്യൂണിറ്റീസിന് റെപ്രസെന്റേഷൻ ഇല്ല, ഷെഡ്യൂൾ ട്രൈബ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഓൾറെഡി പല അമ്പലം പറയുന്നുണ്ട്. ഇപ്പൊ തിരുപ്പതി അമ്പലം പറയുന്നുണ്ട്, ഭദ്രാചലം, ശ്രീശൈല, പുരി ജഗന്നാഥ് ടെമ്പിൾ ഒക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും ഈ പറയുന്ന എല്ലാ സ്ഥലത്തും മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, കേരളയിലെല്ലാം അത്യാവശ്യം ST പോപ്പുലേഷൻ ഉണ്ട്. ഇവിടെ ഒന്നും ST പോപ്പുലേഷൻ ഉണ്ടായിട്ടും അവരുടെ ഒന്നും ലിസ്റ്റ് അമ്പലങ്ങളുടെ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പോയിന്റ്. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. ഓക്കെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് phase 1 ഓഫ് മാരിടൈം മ്യൂസിയം ഇൻ ഗുജറാത്ത് ടു ഓപ്പൺ നെക്സ്റ്റ് ഇയർ. നമ്മൾ ഓൾറെഡി ദർ ഇസ് സംതിങ് കോൾഡ്, നമ്മുടെ മാരിടൈം മ്യൂസിയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഇസ് സംതിങ് കോൾഡ് ദ NMHC, ദ നാഷണൽ HC എന്ന് പറയുന്നത് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം ആണ്. നമ്മുടെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് ഇത് നമ്മുടെ പഴയ നേവലായിട്ട് ബന്ധപ്പെട്ടതാണ്. മാരിടൈം ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ നേവി ആയിട്ട്, നമ്മുടെ ചരിത്രം, നമുക്ക് ഇന്ത്യൻ നേവി ഇന്ന് മുന്നേ ആണെങ്കിൽ പറയുന്ന പോലെയാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമുക്ക് ചോള ആർമിക്ക് പോലും നമുക്ക് നേവി ഉണ്ട്. അതിന് മുന്നേ നമുക്ക് നേവൽ സ്ട്രോങ് ആയിട്ടുള്ള നേവി സപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നേവൽ കപ്പാസിറ്റി ഇതൊക്കെ കാണിക്കുന്ന ഒരു വലിയ മ്യൂസിയമാണ് NMHC. ഓൾവേസ് റിമെമ്പർ, നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് എന്ന് പറയുന്നതാണ്. ഇത് ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2029 ആകുമ്പോഴേക്കും ഫുള്ളി കംപ്ലീറ്റഡ് ആവും. സോ ലോഥൽ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉള്ള സ്ഥലം ലോഥലാണ്, ഏറ്റവും വലിയ നേവൽ സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് ലോഥൽ ഇതിന് പ്രധാനപ്പെട്ട ഈ മ്യൂസിയം, നാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം ലോഥലിലാണുള്ളത്. ഇത് 2029 ആകുമ്പോഴേക്കും ഇത് കഴിയും. സോ മൊത്തം ഗ്ലോബൽ മാരിടൈം ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വലിയ ഈ സംഭവങ്ങളായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ടാവുക. നേവി ആയിട്ട് ബന്ധപ്പെട്ട് നേവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചരിത്രമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. പിന്നെ റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയുടെ ടാബ്ലോ അംഗീകരിച്ചില്ലെന്നാണ് പറയുന്നത്. നോട്ട് അപ്രൂവ്ഡ് ബൈ ദ എക്സ്പേർട്ട് പാനൽ. നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് കണ്ടിട്ടില്ലേ, റിപ്പബ്ലിക് ഡേ പരേഡിന് ഇതേപോലെ കണ്ടിട്ടില്ലേ, ഓരോ ടൈപ്പ് ടാബ്ലോ കൊണ്ടുവരും, ഇങ്ങനെ ഒരു വണ്ടി വരും. അപ്പോൾ ഇത് ആദ്യമേ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്, ഡിഫൻസിന്റെ ഒക്കെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ടാബ്ലോ വരുള്ളൂ. ഡൽഹിയുടെ ടാബ്ലോ റിജക്ട് ചെയ്തു. പല സ്റ്റേറ്റ്സും ഇപ്പോൾ ഇത് ടാബ്ലോ ഇറക്കുന്നില്ല, ഇങ്ങനെ റിജക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഓൾറെഡി കണ്ടോ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് മിസോറാം ആൻഡ് സിക്കിം എക്സ്പ്രസ് ഈ പരേഡിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. മിസോറാമും സിക്കിമും പങ്കെടുക്കുന്നില്ല. ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സും ലക്ഷദ്വീപിന്റെ ആൾക്കാരൊന്നും കമ്മിറ്റിയുടെ മീറ്റിങ്ങിനേ വന്നില്ല. സോ ഇതിനകത്തെന്ന് വെച്ചാൽ പല ആൾക്കാരും ഡിഫൻസ് മിനിസ്ട്രി പറയുന്നുണ്ട്, ഡിഫൻസ് മിനിസ്ട്രി റോൾ ഓവർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്ട്രിയുടെ റോൾ ഓവർ പ്ലാൻ ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു, അപ്പോൾ ഈ ടാബ്ലോനൊക്കെ പലതിനും പല തീമൊക്കെ ആയിരിക്കും, തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ അപ്രൂവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ഡിഫൻസ് മിനിസ്ട്രിയുടെ റോൾ ഓവർ പ്ലാൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എല്ലാവർക്കും ഒരു അവസരം, 2-3 വർഷം അവസരം കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് റിജക്ഷൻ വന്നാലും. അപ്പോൾ അങ്ങനെ ഒരു ടാബ്ലോന്റെ വാർത്തയാണ് നമുക്കിവിടെ പ്രധാനപ്പെട്ട് കാണുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഇതിനകത്ത് വേറൊന്നുമില്ല, കൂടുതലും അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് US ഇൻഫ്ലേഷൻ. US ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് കൂടുതൽ വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുമ്പോൾ ഇതിനകത്തും US ഇൻഫ്ലേഷനും നമ്മൾ ഇതിനകത്ത് വിളിക്കുന്നത് ആൾക്കാരുടെ സ്പെൻഡിങ്. അമേരിക്കയിലും ആൾക്കാരുടെ സ്പെൻഡിങ്
നല്ലതാണ്. സ്പെൻഡിങ് മോർ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൾക്കാർ കൂടുതലും ഗുഡ്സ് ആൻഡ് സർവീസസ് GNS കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് PCE. അവിടുത്തെ ഇൻഫ്ലേഷന്റെ പ്രധാനപ്പെട്ട ഒരു യാർഡ്സ്റ്റിക് ആണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റൈസസ് ടു 0.1. അവിടുത്തെ ഇൻഫ്ലേഷൻ നമ്മുടെ ഇവിടെ CP കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ PCE കോർ ഇൻഡെക്സ് എന്ന് പറയുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അവിടുത്തെ ഇത് ഇൻഫ്ലേഷൻ ചെറുതായിട്ട് ഇൻഫ്ലേഷനും കൂടിയിട്ടുണ്ട്. ഇന്ത്യ പോലെ തന്നെ അവിടെ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട്. സോ അവിടെ RBI പോലെ തന്നെ ഫെഡറൽ റിസർവ് ഫെഡറൽ കട്ട് റിപ്പോ റേറ്റ് കട്ട് ചെയ്യുമോ, നമ്മളിവിടെ ബെഞ്ച് മാർക്ക് റേറ്റിൽ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ റേറ്റ്സ് ഇപ്പൊ നമ്മുടെ റിപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കുറയ്ക്കാൻ സാധ്യതയുണ്ടോ, നമ്മൾ എവറിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ എ കട്ട്. ഒന്ന് കട്ട് ചെയ്താലാണ് കുറച്ച് ബെനിഫിറ്റ് ആവും. അപ്പൊ ഇത് വരുന്നുണ്ടോ എന്ന് പോലെ ഫെഡറൽ റേറ്റും കട്ട് ചെയ്യൂലേ, നമ്മൾ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് US-ന്റെ PCE എന്ന് പറയുന്നത്, അവിടുത്തെ ഇൻഫ്ലേഷന്റെ ഒരു യാർഡ്സ്റ്റിക് ആണ്. അവിടെയും ഇത് തന്നെയാണ് കൂടുതൽ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മേജർ ആയിട്ടുള്ള വാർത്തകൾ അതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് വേൾഡ് പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രധാനമായിട്ടും US കോൺഗ്രസ് പാസസ് ബിൽ ടോവർഡ് ഷട്ട് ഡൗൺ, ശ്രീലങ്കൻ പ്രസിഡന്റ് സംഭവങ്ങൾ, പിന്നെ ബാംഗ്ലാദേശ് പാനൽ ഫ്ലാഗ്സ് ഇന്ത്യസ് റൂളിംഗ്, ഇതൊക്കെ ചെറിയ ചെറിയ വാർത്തകളാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ വരുന്നത് റോക്കറ്റ് ഫ്രം യമൻ സ്ട്രൈക്സ് ടെൽ അവീവ് 19 കിൽഡ് ഇൻ ഇസ്രായേൽ അറ്റാക്ക്. ഇവിടെ വേറൊന്നുമല്ല, ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലാണ് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത്. ഇസ്രായേലാണ് ഒരു സൈഡിൽ കൂടെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്, ഒരു സൈഡിൽ കൂടെ ലെബനനെ അറ്റാക്ക് ചെയ്യുന്നത്, ഒരു സൈഡിൽ കൂടെ പലസ്തീനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ വേറൊരു സൈഡിൽ നിന്ന് അറ്റാക്ക് കിട്ടി. യമൻ ഹൂതീസ് എന്ന് പറയുന്ന വിഭാഗം അവര് ഇസ്രായേലിലേക്ക് അറ്റാക്ക് അഴിച്ചുവിട്ടു. അതേപോലെ തന്നെ ഇസ്രായേൽ തിരിച്ച് യമനെ അറ്റാക്ക് ചെയ്തു എന്നും പറയുന്നുണ്ട്. സോ 19 കിൽഡ്. സാധാരണ എന്നും വാർത്ത വായിക്കും നമ്മൾ പറയും പലസ്തീനിലാണ് ആൾക്കാർ മരിക്കുന്നത്, ഇന്ന് 19 പേർ ഇസ്രായേലിൽ യമൻ അറ്റാക്ക് നിന്ന് മരിച്ചു. സോ ദിസ് ഇസ് ഓൾസോ ഇന്റർനാഷണൽ പിക്ചർ. ഓക്കെ, യമൻ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റ് വാർത്ത എന്ന് പറയുന്നത് US മിലിറ്ററി സെയിൽസ് ആണ് പറയുന്നത്. കണ്ടോ, $5 ബില്യൺ ആണ് ഈജിപ്തിന് മിലിറ്ററി സെയിൽസ് വരുന്നത്. 295 മില്യൺ തായ്വാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം US എന്തോരം വലിയ ഡിഫൻസ് ഡീലുകളാണ് ലോകത്ത് രാജ്യങ്ങളായിട്ട് നടത്തുന്നത്. ഡിഫൻസ് ആണ് US-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കണ്ടില്ല, അപ്രൂവ് 4.5 ബില്യൺ ഇൻ എക്യുപ്മെന്റ് ഫോർ 555 US മെയ്ഡ് MIA അബ്രാം ടാങ്ക്സ് ഓപ്പറേറ്റഡ് ബൈ ഈജിപ്റ്റ്, ഹെൽഫയർ എയർ ടു സർഫസ് മിസൈൽസ് ടു കൈറോ. അത്ര മിസൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അബ്രാം മിസൈൽസ്, ഹെൽഫയർ മിസൈൽസ് ഒക്കെയാണ്, ടാങ്ക്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതാണ്. സോ അടുത്ത വാർത്തയായിട്ട് നമുക്ക് വരാം. സോ കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു സോ മച്ച്.